അപ്പോൾ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരു രാജ്യം കാണാൻ പോകുന്നല്ല പറഞ്ഞത്, ആ രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. ഞാൻ ഈ ജർമ്മനിയിലോട്ട് വരുന്ന സമയത്ത് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂവിൽ തന്നെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വിറ്റ്സർലാൻഡാണ് അടുത്ത് കിടക്കുന്ന രാജ്യം. ജർമ്മനിയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുന്നതിനേക്കാളും ബെറ്റർ നിനക്ക് സ്വിറ്റ്സർലാൻഡ് പോകുന്നതാണ് എളുപ്പം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും പോകാൻ പറ്റിയാൽ മതി. പറഞ്ഞാൽ മഞ്ഞ് വീഴുന്ന സമയത്ത് പോകണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഇത്രയും പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ ഹെർബ്സിൻ്റെതായ ഒരു ഭംഗി ഉണ്ടല്ലോ. ഈ കാണുന്നത് സ്വിറ്റ്സർലാൻഡിലെ റെയിൻ ഫോൾസ് ആണ്. സ്വിറ്റ്സർലാൻഡിലെ മാത്രം വലിയ വെള്ളച്ചാട്ടമല്ല, യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ഇതാണ്. ഒരു നല്ല വെള്ളച്ചാട്ടവും ആ വെള്ളച്ചാട്ടത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ട്രെയിന് പോകുന്നത് കാണാൻ പറ്റും. പിന്നെ അടുത്ത് നല്ലൊരു കാസ്റ്റിലും, ഇതൊക്കെയാണ് അവിടുത്തെ പ്രത്യേകത കേട്ടോ. നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. സിനിമയിലൊക്കെ നമ്മൾ കാണില്ല, അതുപോലെ ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുന്നേ ഇങ്ങനെ അധികം വലിയ വെള്ളച്ചാട്ടമൊന്നും കണ്ടില്ല. ആതിരപ്പള്ളി പോലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളവും ചുറ്റും, പിന്നെ ഹെർബ്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഭംഗി കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. മരങ്ങളൊക്കെ നല്ല ഓറഞ്ച് കളറിലും അങ്ങനെയായിട്ട് അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി എനിക്ക് ഇവിടെ ഒന്ന് വിന്ററിൽ വരണം. വിന്ററിൽ വന്നിട്ട് ഇവിടെ എങ്ങനെയാണെന്നും കൂടെ അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് വരെ പോകട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ആ ബോട്ടിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ കാസ്റ്റിലോട്ട് ബോട്ട് സർവീസ് ഉണ്ട്, അതിലോട്ടാണ് എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി എനിക്ക് എത്രത്തോളം ഫോണിൽ പകർത്താൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ശരിക്കും നേരിട്ട് കാണേണ്ട ഒരു ഫീലാണ്. അങ്ങനെ കുറെ നേരം വെള്ളച്ചാട്ടത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന ശേഷം നമുക്ക് വിശക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് വേണ്ടി ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ദോശയൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അതെല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബോട്ടിങ്ങിന് കയറുന്നത്. അങ്ങനെ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി റെഡിയായി ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകുന്ന വഴിക്ക് ഫുള്ള് മീനായിരുന്നു കേട്ടോ. താഴ്ന്ന് എവിടെ നോക്കിയാലും കുറേ മീനാണ് കണ്ടു, ഇഷ്ടക്കണക്കിന് മീനായിരുന്നു. അങ്ങനെ നമ്മുടെ ബോട്ടൊക്കെ വന്ന് അങ്ങനെ ബോട്ടിലൊക്കെ കയറിട്ടോ. ആദ്യം കയറിയ സമയത്ത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, കാരണം ഇത് കുലുങ്ങിയിട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ നീന്താനും അറിയില്ല. എങ്ങാനും വെള്ളത്തിൽ വീണ് കഴിഞ്ഞ് പറഞ്ഞാൽ എന്ത് ചെയ്യും? വീട്ടിൽ നിന്നാണെങ്കിൽ പിന്നെ ചീത്തയും കേൾക്കുമല്ലോ. ഇതുപോലെ പെട്ടെന്നൊരു ദിവസമാണല്ലോ ഇതുപോലെ വേറെ രാജ്യം കാണാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് പോയി. പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ സെറ്റ് ആയിട്ടോ. നല്ല നൈസായിരുന്നു ബോട്ടിങ്. അതിനുശേഷം നമ്മളൊരു കാസ്റ്റിൽ കാണാൻ വേണ്ടി പോയി. അതും കാസ്റ്റിലിന്റെ മേലോട്ടൊന്നും കയറി പോകാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, കാരണം ആ ഒരു അടുത്ത് വരെ വെള്ളച്ചാട്ടത്തിന്റെ കൊണ്ടുപോകുന്ന ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. നമുക്ക് സ്വിസ് മണി കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ലായിരുന്നു, കാരണം നെറ്റും ഒന്നും ഇല്ലായിരുന്നല്ലോ, വേറെ രാജ്യമായി പോയില്ലേ. അതുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല, കാരണം അധികം കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. വേറൊരു ബോട്ട് സർവീസ് എടുക്കാനും പറ്റിയില്ല. അതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. അതിൻ്റെ അടുത്ത് വരെ നമ്മൾ എത്തിയിട്ടും ആ ഒരു പോയിന്റിൽ എത്തിയില്ലല്ലോ എന്നുള്ളൊരു ഭയങ്കര സങ്കടം. ഇനി പോകുമ്പോൾ എന്തായാലും അത് മാറ്റണം. അയ്യോ, വ്ളോഗിന്റെ സമയം കഴിഞ്ഞു. ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരുന്നതായിരിക്കും. മറക്കണ്ട, പാർട്ട് 3 കൂടെ ഉണ്ട്.